നമ്മൾ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റണം. ഓക്കെ, കുറേ ചടങ്ങുകളുണ്ട് ഇനി. ഓക്കെ, ലെവനാണേലും ഇനി ചോദിച്ചതിന് ഇത് തന്നെയായിരിക്കും റിപ്ലൈ. ഒന്നും ചെയ്യാതിരുന്നിട്ട് കൊറേ കാലം അത് ചിട്ടില്ല കോണേന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ പപ്പടം എന്താ ചോദിച്ചേ? എന്തിനു ചോദിച്ചില്ല? നീ ആര് പറഞ്ഞേ? എന്തിന് എന്ത് ചോദിച്ചു? ക്യാമിനെ കൊണ്ട് നടുക്കിടട്ടെ. ക്യാമ ഞാൻ അവിടെ മുകളിൽ വെക്കട്ടെ. ഓക്കെ, എന്ത് ചോദിച്ചു? ലെവനാണേലും ഇനി ചോദിച്ചതിന് ഇത് തന്നെയായിരിക്കും റിപ്ലൈ. ഒന്നും ചെയ്യാതിരുന്നിട്ട് കൊറേ കാലം അത് ചിട്ടില്ല കോണേന്ന് പറഞ്ഞു കഴിഞ്ഞാ മറ്റേ മറന്നുമാര് ഓടി 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 അടികൊണ്ട് ഓടിയത് മറന്ന്. സപ്പോർട്ട് വേണം, സപ്പോർട്ട് വേണം. ഒന്നും ചെയ്യാതിരുന്നിട്ട് കൊറേ കാലം വിടന്നാ എന്തിനു ഇവിടെ ഒരു വിടലും ഇടില്ല. മനസ്സിലാവാ? കത്തിച്ചോളാ, നീട്ട് കത്തിച്ചോളാ, വീട്ടിൽ വരുന്നുണ്ട്. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റേ എനിക്കെതിരെ FRP വലിച്ചായിരുന്നു TJ-കാര്. അന്നത്തെ സിറ്റുവേഷനിൽ ഞാൻ ബെഞ്ച് പ്ലെയർ ആയിട്ട് സിറ്റുവേഷന് കയറിയെന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ ടിക്കറ്റ് വലിച്ചായിരുന്നു. പക്ഷെ ബെഞ്ച് പ്ലെയർ ആണേലും റൂളിൽ എന്താ ഫയറിംഗ് സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ ബെഞ്ച് പ്ലെയറിന് ഇടപെട്ടില്ല, അങ്ങനെ ഉണ്ട് റൂള്. അപ്പം അന്ന് ഫയറിംഗ് സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. അന്ന് എന്തോ നമ്പർ ചോദിച്ചു, എൻ്റെ ലൈവ് കണ്ടവർക്കറിയാം. ബെല്ലാരിയുടെ നമ്പർ ചോദിച്ച ടൈമിൽ ഞാനാണ് നമ്പർ ഇട്ട് കൊടുത്തത്. അപ്പം ഞാൻ നമ്പർ കൊടുത്തിട്ടപ്പോൾ അവരറിഞ്ഞു ഞാൻ ബെഞ്ച് പ്ലെയർ ആണെന്നുള്ളത് അവരറിഞ്ഞു. അതിനെതിരെ എനിക്ക് മറ്റേ ടിക്കറ്റ് വലിച്ചായിരുന്നു. ബെഞ്ച് പ്ലെയർ എന്തിന് സിറ്റുവേഷനിൽ കയറി? ആ സമയത്ത് സിറ്റുവേഷനൊന്നും ആയിട്ടില്ല, ഫയറിംഗ് സിറ്റുവേഷനൊന്നും ആയിട്ടില്ല. നമ്മൾ സിറ്റുവേഷൻ എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് നിന്നത്. അവന്മാരാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ എതിരെ ഞാൻ മറ്റേ OC-യിൽ ഇട്ടെന്നും പറഞ്ഞ് ഞാൻ ബെഞ്ച് പ്ലെയർ ആണെന്ന് അതുകൊണ്ട് പോയി ടിക്കറ്റ് വലിച്ചേക്കുന്നു. അപ്പം വേറെ റൂളുണ്ട്, മീൻസ് ബെഞ്ച് പ്ലെയർ ആയ എന്നെ അവരടിച്ചിട്ട്, അപ്പം എന്നെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിറ്റുവേഷനിൽ കയറാമല്ലോ, ഇല്ലേ? എന്നെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിറ്റുവേഷനിൽ കയറാമല്ലോ. അപ്പോഴൊന്നും ഇതില്ല. ഞാൻ നമ്പർ OC-യിൽ ഇട്ടതിന് എനിക്കെതിരെ പോയി ടിക്കറ്റ് വലിച്ചേക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ ലീഡറിന്റെ അടുത്തൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ആവശ്യമില്ലാതെ ബെല്ലാരിയിട്ട് അടി ഉണ്ടാക്കുമ്പോൾ ഇന്ന് എന്റെ പേര് യൂസ് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. ഒരു കാരണമല്ലാതെ അല്ല, ഇന്ന് ഞാൻ അറിഞ്ഞു. നക്കി കയറിയവനെ മാറിയില്ലേ? അണ്ണന്മാരൊക്കെ നക്കി കയറിയമാര് മാറിയെന്നോ? അണ്ണന്മാര് നക്കി കയറിയമാര് ഓന്ന് പറഞ്ഞിട്ട് ആവശ്യം തിരിക്കണം. എന്റെ ഇഷ്ടമല്ലേ, ഞാൻ എന്റെ മാർച്ചായിട്ട് ഞാൻ എന്ത് ഇടുന്നു? പേരെന്താന്ന് പറഞ്ഞ വിൻസെന്റാ? വിൻസെന്റ് എടാ, അബ്ബാസ്. എടാ നിന്നെ ഒന്നും പറഞ്ഞില്ല. അബ്ബാസ് നിന്റെ പേര് അബ്ബാസ് എന്നാണോ? നിന്റെ പേര് അബ്ബാസ് എന്നാണോ? എന്നിട്ട് മാറുന്നില്ല. വീടൊന്നും വേണ്ട, ഇത് വീടൊന്നും വേണ്ട. എന്തോടാ കേട്ടില്ല? എന്ത് ചോദിച്ചു? ഒന്നും ചെയ്യത്തില്ല. ചോദിച്ചു പോടാ, അടിച്ച അറാണ് ഇവന്മാരൊക്കെ. എന്തിരി 365 ഡേയ്സില് ആ റേഡിയോ നോക്ക് എത്ര എല്ലാത്തിനും കത്തിക്കളാ. അവൻ ആരവൻ? അവൻ എവനാണേലും ഇവിടെ കിടന്ന് മുടക്കേണ്ട ആവശ്യമില്ല. TV ഉള്ളവരാണ് പുറത്തിറങ്ങണേ, താടാൻ വിടാതെ. എടാ കത്തിച്ചിട അവനെയൊക്കെ. നീ കേട്ടോ, നീ എവനാണേലും താട നീ നോക്കി വിട്ടോളാം, കേട്ടില്ലേ?
ഗ്യാങ് കൊണ്ട് വിളിച്ച് അടിക്കല്ലേ അതിനും അറിയല്ലേ അച്ഛനാ കേക്കാവോ ചെഞ്ചു അപ്പനെന്ന് ഞാൻ ഇറങ്ങണേ, എനിക്ക് ഭയങ്കര സമ്പർക്കം. ഞാൻ നാളെ ടെണ്ണാക്കിട്ട് വരാം. എന്താ അടിക്കല്ലേ അതിനും ഗ്യാങ് കൊണ്ട് വിളിച്ച് അടിക്കല്ലേ അതിനും അറിയല്ലേ കേക്കാവോ ചെഞ്ചു അപ്പനെന്ന് ഞാൻ ഇറങ്ങണേ, എനിക്ക് ഭയങ്കര സമ്പർക്കം. ഞാൻ നാളെ ടെണ്ണാക്കിട്ട് വരാം. കൊമ്പനെന്തേ ഇവിടാണോ? ഇങ്ങനെ കൊമ്പ മാത്രം വന്നത്, വേറെ ആരും വരില്ലേ? വേറെ ആരും വരലെന്ന് പറയുമ്പോ പിന്നെ എങ്ങോട്ടായി സാൻഡർ ഓടി വരുന്നത്? അച്ഛനാ ബാലൻ എല്ലാരും ഇറങ്ങിട്ട് ഞാൻ ഇറങ്ങത്തുള്ളൂ. എല്ലാരും ഇറങ്ങി, പേടി നല്ലോണം പോട്ടെ. റേഡിയോ ഓഫ് ആവണ്ട, ഡയറക്റ്റ് റേഡിയോ ഒന്ന് പോട്ടെ. അമ്മാരൊക്കെ പേടിച്ച് പുള്ളി പോയടേ. നിക്കറി പുള്ളികള് പോയി ഓടിപ്പോയി. ആള് കയറി അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം വിട്ട്. എന്താണ് ഈ സിറ്റുവേഷൻ ഒക്കെ എടുത്തിട്ട് സിറ്റിയില് നിൽക്കേണ്ട ഓട്ടം സ്കിൽ പതിവാണല്ല. ഇവിടെ ഗ്യാങ് ഒന്നും അറിയില്ല അണ്ണാ, മനസ്സിലാവണല്ലോ ഇത് എന്താണെന്ന്. എല്ലാരും ഒരേ പാറ്റേൺ. അന്ന് ഞങ്ങളെ മറ്റേ ഹോസ്റ്റേജ് അടിച്ചു കഴിഞ്ഞിട്ടേ ഞങ്ങൾ അതിനുശേഷം പിന്നെ നമ്മൾ മൈൻഡ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ഞാൻ മറ്റേ സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ വന്ന് അടിച്ചിടാൻ അത്രയും നേരം സിറ്റി നിൽക്കാൻ അറിയായിരുന്നല്ല. ആളെത്തി തിരിച്ചെത്തി. ഓ ദാ വാർത്തറ്റി നോക്ക്. ആളറിഞ്ഞെത്തി. ഓ ഓ ഓ ഓ കൊടുക്കാം എല്ലാത്തിനും നേരത്തെ പിടിച്ചു കൊടുക്കാം. നേരിട്ട് സംസാരിക്കും. എവിടെ ഉണ്ട്? ഇങ്ങോട്ട് വരാൻ പറയും. മുതുകിലോട്ട് എന്തുകൊണ്ടാ നമുക്കിപ്പോ ഗ്യാങ്സിലോട്ട് പോകുന്ന? കണ്ടോ എന്റെ അണ്ട അടിച്ച് ഞാൻ കീറും. അണ്ടകടാകം അവന്മാര് സംസാരിക്കാൻ വരത്തില്ല പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. ഇവിടുത്തെ സിറ്റിയിലെ റൂളാണ് അടി ഉണ്ടാകുന്നതിന് മുമ്പ് സംസാരിക്കാൻ വരണമെന്ന്. അത് പിടിച്ച് അവന്റെ അടുത്ത് പറ. എടാ മണ്ടക്കിഴങ്ങ കൊമ്പ, നീ ഏത് കോളത്തിലൂടെ കൊമ്പ സംസാരിക്കാൻ വരാൻ ഗട്ട്സില്ലാത്ത ഒരു ഗ്യാങ് ഈ TKRP ഉണ്ടെങ്കിൽ അത് ഇവന്മാരായിരിക്കും. ഇനി നമുക്ക് ഇവന്മാരായിട്ട് സിറ്റുവേഷൻ എടുക്കണ്ട. വാ ഇറങ്ങാം. വാ You correct KVA R34 with TJ. ഇപ്പൊ കണ്ടോ എന്റെ പൊന്ന് ജോസോട്ട്, നീ ചത്ത് കിടക്കുമ്പോ നീ ഇങ്ങനെ ഇടും. ഒന്നും കൂടി ഞാൻ ഡൗൺ ആണെന്ന് കാണിച്ചുതരാം. TV ഉള്ളവരുടെ പുറത്തിറങ്ങണേ, കാരണം താളാൻ വിടാതെ. അടിച്ചോ വാസണ്ണം കവർ ചെയ്താൽ ഞാൻ റിപ്പയർ ചെയ്യുമ്പോ. വാസണ്ണം പെട്ട് കേട്ടാ, അവൻ ബാക്കപ്പ് വിളിച്ചു. ഉള്ളു മക്കൾ. പൊന്ന് ജോസോട്ട്, നീ ചത്ത് കിടക്കുമ്പോ നിങ്ങൾ ഇടും. ഒന്നും കൂടി ഞാൻ ഡൗൺ ആണെന്ന് കാണിച്ചുതരാം. ഇടുവല്ലേ ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അങ്ങ് വെണ്ടയ്ക്ക ചേർത്തി പറയും. നിങ്ങളൊക്കെ തുടങ്ങണതിന് മുമ്പ് ഇവിടെ തുടങ്ങി ഞാൻ പറയില്ലേ. ഉറപ്പിക്കാമോ?
കളിക്കുന്നതിന് മുമ്പ് ഇവിടെ കളിച്ചിട്ടുണ്ടെന്ന്. ഇത് ഗാന്ധിഗ്രാമമല്ല. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അങ്ങ് വെണ്ടയ്ക്ക് അതിർത്തി പറയും. നിങ്ങളൊക്കെ തുടങ്ങണതിന് മുമ്പ് ഇവിടെ തുടങ്ങി ഞാൻ പറയും. ഉറപ്പിക്കാമോ? അതിനുള്ള മണ്ട. ഗ്രാമമല്ല. ഇവിടെ ഞാൻ